ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മുടെ തമ്മിൽ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ എന്നാൽ പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരുന്ന പെട്ടെന്ന് വന്ന ഒരു പൊങ്കാലയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെത്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് പൊങ്കാല. കറുകച്ചാൽ ആണ് ഈ അമ്പലം വരുന്നത്. നമ്മുടെ പാമ്പാടിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചും കൂടെ ഉണ്ട് കറുകച്ചാലിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പൂവൊക്കെ പറിച്ചു റെഡിയായി. വിറക് കാര്യങ്ങളൊക്കെ തലേദിവസം രാത്രിയിൽ എടുത്ത് വെച്ചാണ്. പിന്നെ അപ്പച്ചി ചിറ്റയൊക്കെ കുറേ കരുതിയിട്ടുണ്ട്. അപ്പോൾ ചിറ്റപ്പനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ റെഡിയായി. ഞാൻ, ചിറ്റ, അപ്പച്ചി, അമ്മ, കുഞ്ഞിപ്പെണ്ണും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അതേ അമ്പലത്തിലെത്തി. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ്. ഓൾമോസ്റ്റ് 8:30 ആകുമ്പോഴാണ് അമ്പലത്തിലെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ 8:15 എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല സെറ്റായിട്ട് എല്ലാം വിളക്കും മാലയും എന്താ പറയുക കലവും ഒക്കെ ഒരുക്കി നല്ല പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നല്ല റെഡിയായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പതിവ് പോലെ സമയത്താണ് എത്തിയത് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒരുങ്ങിയൊക്കെ നിന്നു. ആ സമയത്ത് ഞങ്ങൾ മാലയൊക്കെ കെട്ടി. കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ ആ ഇൻഫർമേഷൻ വളരെ തെറ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ അധികം എന്താ പറയുക ഒരുപാട് ലേറ്റ് ആവാണ്ട് അവിടെ എത്തി. ഇതേ കാലത്തിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ കട്ടയിൽ അടുപ്പിൽ ഇങ്ങനെ പേരൊക്കെ എഴുതി ഓരോരുത്തരുടെ അടുപ്പൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര വാശിയായിരുന്നു, എനിക്കും പൊങ്കാല ഇടണം. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ പൊങ്കാലയുടെ അമ്പലത്തിന് ചുറ്റോടും ആൾക്കാരിങ്ങനെ എന്താ പറയുക കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട്. വലിയവരുടെ കൂടെ കുട്ടികളും ഒരു സപ്പോർട്ടിനുണ്ട്. അവരുടെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ കാണുമ്പം. അപ്പോൾ ഇതേ കല ഒരുക്കാനൊക്കെ എൻ്റെ കൂടെ കക്ഷി കൂടാറുണ്ട്. അതുപോലെ തന്നെ ഇതേ ഞങ്ങൾ മാല കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും മാല വാങ്ങാൻ പറ്റിയില്ല. എനിക്ക് മാല ഇല്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകാൻ ഇറങ്ങിയ ഗ്യാപ്പിൽ ചിറ്റ മാല കെട്ടിക്കൊണ്ട് നിന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു 5 മാലയോളം കെട്ടിയെടുത്തുകൊണ്ട് എല്ലാവർക്കും മാല എന്തായാലും കലത്തിൽ ചാർത്താനുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ പൊങ്കാല അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു. ഇതേ പൊങ്കാലയ്ക്ക് വേണ്ട എന്താ പറയുക ഇതേ കുഞ്ഞ് പുകയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി നിറഞ്ഞ് നിൽക്കുകയാണ്. ആഗ്രഹമൊക്കെ തീർന്നു എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പൊങ്കാല റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം 2 പൊങ്കാല നമുക്ക് മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് എൻ്റെ ചേച്ചി പൊങ്കാല ഇടാനായിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് എന്താ പറയുക പെട്ടെന്നൊരു ചെറിയൊരു കൈക്കൊരു ഫ്രാക്ചർ ഒരു മുറിവുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് പൊങ്കാല ഇടാനായിട്ട് പറ്റിയില്ല. ഈ ഒരു വീഡിയോ ചേച്ചിക്കുള്ള വലിയൊരു സർപ്രൈസാണ്. ചേച്ചിക്ക് പകരം കുഞ്ഞിപ്പെണ്ണാണ് പൊങ്കാല ഇട്ടത്. ചേച്ചിയുടെ കൈയൊക്കെ ഭേദമായി. ചേച്ചി നല്ല മിടുക്കിയായിട്ട് ആക്റ്റീവായിട്ട് വരാനും അടുത്ത വർഷം ചേച്ചിക്ക് ഇവിടെ പൊങ്കാല ഇടാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കുഞ്ഞിപ്പെണ്ണിൻ്റെ വലിയൊരു ആഗ്രഹം ഈ ഒരു ഒപ്പം സാധിച്ചു. എൻ്റെ ഒപ്പം നിർത്തി ഞാനും കൂടെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കുഞ്ഞിപ്പെണ്ണ് ആ പൊങ്കാല എന്താ പറയുക അവളുടെ പേരമ്മയാണ് എൻ്റെ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇടാനായിട്ട് പറ്റി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് സർപ്രൈസ് ആവും. ചേച്ചി അറിഞ്ഞിട്ടില്ല, ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞു. ഈ ഒരു വീഡിയോ പൊങ്കാലയ്ക്ക് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാം സെറ്റായി. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കര ഭംഗിയായിട്ട് നടന്നു. ഇത് ഇവിടെ നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ വെള്ളം ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ കുപ്പിയിൽ കയ്യിലിരുന്നുകൊണ്ട് ഭയങ്കര വേർപ്പും ചൂടുമാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം ബോഡിയിൽ നിന്ന് ഇങ്ങനെ വേർത്ത് പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എനിക്ക് എന്തായാലും വെള്ളം കുടിയുടെ ഒരു അസുഖമുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും കുപ്പിയിൽ ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചു. എല്ലാവർക്കും ദാഹിക്കുമ്പോൾ കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ഇതേ പൊങ്കാല നേദിക്കാൻ വരണ വരെ എല്ലാവരും അവിടെ ഇവിടെയും തണലിൽ ഇങ്ങനെ റെസ്റ്റാണ്. കേട്ടോ പൊങ്കാല കാലത്തിൻ്റെ ഒക്കെ അവിടെ അധികം ആരുമില്ല. എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മാറിയിരുന്ന് വർത്താനം പറയുകയാണ്. പൊങ്കാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നേദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി തൊഴാമെന്ന് വിചാരിച്ച് എണ്ണയും സാമ്പ്രാണിയും ഒക്കെ വാങ്ങി നമ്മൾ അമ്പലത്തിന് ഉള്ളിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു നെയ്വിളക്ക് കത്തിക്കാനായിട്ട് ഒരു നെയ്വിളക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അമ്പലത്തിലൊക്കെ പോകുമ്പം എണ്ണയും തിരിയും സാമ്പ്രാണിയൊക്കെയാണ് വയ്ക്കുന്നത്. ഇത്തവണ ഇവിടെ നെയ്വിളക്ക് കണ്ടപ്പം ഞാനും അമ്മയും നെയ്വിളക്ക് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളൊരു നെയ്വിളക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു. കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ കൂട്ടിയിട്ട് ഞാനും അവളോട് ഒരുമിച്ച് നെയ്വിളക്ക് കത്തിച്ച് വെച്ചു. അപ്പോൾ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് അമ്പലത്തിൻ്റെ ഒരു സൈഡിലുള്ള പൊങ്കാലകൾ നേദിച്ച് തിരുമേനി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ മഹാദേവൻ്റെ നടയിൽ തൊഴുതു. അപ്പുറത്ത് ചുറ്റമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമ്മൾ ബാക്കി പൊങ്കാലകളൊക്കെ ഇതേ തളിച്ച് വരുന്നുണ്ട്. തളിക്കുക എന്നാണ് പറയുന്നത്. മുത്തുക്കുട പിടിച്ചാൽ വരുന്ന
തിരുമേനി ഒന്ന് രണ്ട് ആൾക്കാരായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ നൃത്തം നടക്കുന്നുണ്ട്, ഒരു ഡാൻസ് സ്കൂളിൻ്റെ നൃത്തം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അതെല്ലാം എൻജോയ് ചെയ്ത ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പൊങ്കാലകൾ നേദിക്കാൻ വരുന്നതിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ അതാണ് അടുപ്പിന് ചുറ്റും കർപ്പൂരം തെളിയിച്ച് വെച്ചിരിക്കുന്നത്. പൊങ്കാല നേദിക്കാൻ വരുന്ന സമയത്ത് ചുറ്റും കർപ്പൂരം കത്തിക്കാറ് പതിവാണ്. അതൊക്കെ എല്ലാവരും ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടേത് അതേ ആയി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുഞ്ഞിയുടെ പൊങ്കാല ഇതേ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ 2 പൊങ്കാല ഒരുമിച്ചൊക്കെ ഇട്ട് ഒരേ സമയത്ത് റെഡിയാവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേവിയുടെ അനുഗ്രഹം വേണം. അത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലായൊരു സുധന്യമായ നിമിഷമായിരുന്നു അത്. എൻ്റെ പൊങ്കാല നേദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. പൊങ്കാലയൊക്കെ നേദിച്ച് മാറിക്കഴിഞ്ഞപ്പം വെയിൽ നല്ല രീതിയിലുണ്ട്. എല്ലാ പൊങ്കാലയിൽ നിന്നും ഇതുപോലെ കുറച്ച് വെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് പ്രസാദത്തിന് വേണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എല്ലാ പൊങ്കാലയിൽ നിന്നും കുറച്ച് പ്രസാദം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പാവങ്ങൾക്ക് കൊടുക്കാനാണോ അതോ സദ്യ വിളമ്പുന്ന നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ പ്രസാദം കൂട്ടുണ്ടല്ലോ, ആ സമയത്ത് വിളമ്പാനാണോ ഒന്നും അറിയില്ല. എന്നാലും ആ ഒരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതേ പൊങ്കാലയൊക്കെ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി പൊങ്കാല നമ്മൾ എല്ലാം കെട്ടി എല്ലാവർക്കും എന്താ പറയുക, വാങ്ങുന്ന സമയത്ത് എന്തായാലും ആരെങ്കിലും വരുമെന്ന് പറഞ്ഞല്ലോ. ഇതേ ഒരു അമ്മ വന്നു ഒരു വാഴയിലേക്കായിട്ട്. അമ്മയ്ക്ക് നമ്മൾ എൻ്റെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൊങ്കാലയിൽ നിന്ന് കുറച്ച് നമ്മൾ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യണം. നമ്മളിട്ട പൊങ്കാല അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടുകളിൽ കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ളവർക്കും വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്ന. ഒരു അമ്മ വന്നു, ആ അമ്മയ്ക്ക് നമ്മൾ പ്രസാദം വാഴയിലയിൽ കൊടുത്തു. കുഞ്ഞിപ്പെണ്ണാണ് ഷൂട്ട് ചെയ്ത് കേട്ടോ, അതുകൊണ്ടാണ് തലയും വാലും ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിനി പാക്കപ്പ് ചെയ്യണം. അപ്പോൾ ഇതേ നമ്മളെല്ലാം പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ മൺകലം, അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കും. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് പേപ്പറും ഇതൊക്കെ ഇട്ട്, കാരണം നമ്മൾ എപ്പോഴും പൊങ്കാലിട്ട് പോകുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ വണ്ടിയിൽ എന്തായാലും കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടും ചാഞ്ഞിട്ടും ഒക്കെ ഉടയാനൊക്കെ സാധ്യതയുണ്ടല്ലോ. പ്രത്യേകിച്ച് മൺകലാണ്. അപ്പോൾ നല്ല കെയർ ചെയ്ത് അമ്മയാണ് നല്ല നീറ്റായിട്ട് കെട്ടാനായിട്ട് അമ്മ ചെയ്യണ കണ്ടിട്ട് ഞാൻ പഠിച്ചാണ് കേട്ടോ രമേമ്മ. അമ്മ നല്ല നീറ്റായിട്ട് പേപ്പറൊക്കെ കുറച്ച് ഏറെ വെച്ച് കെട്ടി ചൂടും നമുക്ക് അടിക്കാത്ത രീതിയിൽ കലവും നല്ല സേഫായിട്ട് അതിന് വേണ്ടിയിട്ട് അമ്മ വാഴയിലൊക്കെ വാഴയില വെച്ചിട്ട് നമ്മൾ വാഴയിലയുടെ നാരില്ലേ അതുണ്ടല്ലോ, അതൊക്കെ അമ്മ ഇങ്ങനെ എവിടുന്നേലൊക്കെ കരുതിക്കൂട്ടി വയ്ക്കും. അതും വെച്ച് വാഴയില ഉള്ളിൽ വെച്ച് കെട്ടി നമ്മൾ പൊതിഞ്ഞിട്ട് വയ്ക്കും. അപ്പോൾ ചൂടൊക്കെ പോവാണ്ട് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കലം കെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണി ഇവിടെ ഓരോരോ ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ നെത്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാനും പൊങ്കാല ഇടുന്നത്. എൻ്റെ ചേച്ചി കൂടെ ഇല്ലാത്തതിനൊരു വിഷമമുണ്ട്. പക്ഷെ എന്തായാലും കുഞ്ഞിപ്പെണ്ണി ചേച്ചിയുടെ പൊങ്കാല ഇട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇത് കാണുമ്പോൾ ചേച്ചിക്കും സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പൊങ്കാല ഇടാനായിട്ട് ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെന്താ, അപ്പം എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് ലീവ് കിട്ടുമെന്നൊന്നും അറിയാണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു പൊങ്കാലാണ്. അതാണ് ദേവിയുടെ ഒരു വിളി വരണം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും സാധിച്ചു. ഇനി അതിനുള്ള ഭാഗ്യം ദേവി തരട്ടെ. അപ്പം എന്താ പറയുക, ദേവിയുടെ അനുഗ്രഹങ്ങൾ ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പാക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ദേ നമുക്ക് എന്താ പറയുക എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇനി കഴിക്കണം. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ പൊങ്കാല ഇടുന്ന ദിവസം ഒന്നും കഴിക്കില്ല. കുഞ്ഞിനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നതാണ്. ഇത്തവണ കുഞ്ഞും കഴിച്ചിട്ടില്ല, കാരണം ധൃതിയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അവളും രാവിലെ കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. കുളിച്ചൊരുങ്ങി നേരെ പോകുന്നതാണ്. അപ്പോൾ ഇതേ നല്ല പ്രസാദം കൂട്ടുണ്ട്. ദേവിയമ്മയുടെ പ്രസാദം കഴിക്കുക എന്നുള്ള ഭയങ്കര ഭാഗ്യമാണ്. ഞാനും കുഞ്ഞൊക്കെ ഏറ്റവും ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് അമ്പലത്തിലെ ഫുഡാണ്. അത് വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. അമ്പലത്തിലെ ഫുഡ് അത് ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് മറ്റൊരു ഫുഡിനും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞിക്കും അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വറ്റ് പോലും കളയാണ്ട് അവളും കഴിക്കും, ഞാനും കഴിക്കും. എന്താ പറയുക, വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും, പക്ഷേ വയറ് പെട്ടെന്ന് നിറയും. കുറച്ചേ കിട്ടുള്ളൂ, നല്ല തിരക്കൊക്കെ ആയിരിക്കും, കുറച്ചേ കിട്ടുള്ളൂലും ആ ഒരു കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തൃപ്തിയാവും, ഭയങ്കര സന്തോഷം. പായസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞുകൊണ്ട് ഞാൻ പായസമൊന്നും കുടിച്ചില്ല. കുഞ്ഞും പായസം കുടിച്ചില്ല, പക്ഷേ ചോറ് വയറ് നിറച്ച് കഴിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. പച്ചമോരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചൂടത്ത് നമുക്ക് പച്ചമോരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അമൃത് പോലെയാണ്. അപ്പം എന്തായാലും നന്നായിട്ട് ആസ്വദിച്ച് നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ
അവിടെ പൊങ്കാല ഇടാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് കൂടുതലും ചെയ്തു തന്നിരുന്നത് നമ്മുടെ ബീനച്ചിറ്റയുടെ ചേച്ചിയാണ്. ബിന്ദു പേരമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾക്ക് സമയത്ത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ എന്താ ഇത് നമ്മൾ എല്ലാം പാക്കപ്പ് ചെയ്ത് പോകാൻ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് എടുത്തിട്ടുള്ള 1-2 ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എന്താ പറയുക, ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.